എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. ஒரே ஒரு நிமிஷம், மாண்புமிகு உறுப்பினர் லாட்டரிங்கிறாங்க. திரு உதயநிதி அவர்கள் சொல்லணும், ஏன் 900 கோடி ரூபாய் லாட்டரி நிறுவனம் வாங்கினாங்க திமுக பதில் சொல்லட்டும். ஏமாத்த பாக்கிறியாடா திருட்டு மூஞ்சி. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. பதில் சொல்லுங்க. ധൈര്യം இருந்தா മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കാളോടോ തന്നെ. ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ? லாட்டரி நிறுவனத்திலிருந்து 900 கோடி ரூபாய் திரு மு.க. ஸ்டாலின் அவர்கள் ஏன் வாங்கினார்கள்? தைரியம் இருந்தா சொல்லுங்க. എന്റെ പൊന്ന് സാറേ, ഈ കള്ളന്മാരുടെ കൂടെ പിടിച്ചിക്കാൻ ഞാൻ പെടുന്ന പാട്. அப்ப சொல்லுங்க. நான் எந்த தொழிலையும் இல்ல. എന്നെ പറ്റ എന്റെ അമ്മച്ചിയെ, എന്നെ കുറിച്ച് എന്നാ പോക്കണം കിടക്കിയ കുട്ടികൾ പറഞ്ഞുണ്ടാക്കണേ. ഇത് ശരിയാക്കാണ്ട് നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല രഘുരാമ. நான் எந்த தொழிலும் இல்ல, எந்த நிறுவனம் நடத்தல. தைரியம் இருந்தா ஏன் நடத்துறாங்கன்னு சொல்லுங்க. ഇത് എന്തിനുള്ള പുറപ്പാടാണ്ടോ? அதுக்கப்புறம் பதில் சொல்லலாம். மாண்பு எதிர்கட்சி தலைவர், மாண்பு பேரவைத் தலைவர் அவர்களே, മൈ ഡിയർ മെമ്പേഴ്സ്, நம்முடைய அமைச்சர் அவர்கள் திமுக ஏன் லாட்டரி நடத்துகின்ற நிறுவனம் என்று വാർത്താനം നിർത്തണോ ഏരപ്പേ? ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. അല്ല, എന്റെ കഥാപ്രസംഗം വേണ്ട. ஃபண்ட் வாங்கினாங்க அப்படின்னு கேட்கிறாரு. അത് അതിന്റെ കുഴപ്പം. அது கொடுத்தது அவருடைய மாமனார் தான். அவருடைய மாமனார்ட்ட கேட்டு அந்த விளக்கத்தை அவர் பெற்றுக்கொள்ள வேண்டும். എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. എവിടെ കണ്ടില്ലേ? കണ്ടു. அது அவரும் உங்க அப்பாவுக்கு மட்டும்தான் தெரியும். உங்க அப்பா கிட்ட தான் கேட்கணும், எனக்கு தெரியாது. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. அப்பாவை இங்க காணோம். வீட்டுக்கு போய் உங்க அப்பாட்ட கேளுங்க. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. உங்க அப்பா கரெக்டா சொல்லுவாரு. ஏன் வாங்கினாரு உங்க அப்பா சொல்லுவாரு. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. ആളെ നാണം കെടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.